നമുക്കിന്ന് ഒരു ഏഞ്ചൽ റീഡിങ് നോക്കാം. അപ്പം കാർഡുകൾ ഷഫിൾ ചെയ്ത് ആദ്യത്തെ കാർഡ് വെക്കാം. 3 ക്വസ്റ്റ്യൻസ് മനസ്സിൽ വിചാരിച്ചോളൂ. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. 3 കാർഡിനും ഏഞ്ചൽസ് എന്താണ് ആൻസർ പറയുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ കാർഡിന്റെ ആൻസർ വന്നിരിക്കുന്നത് ട്രസ്റ്റ് എന്നാണ്. നിങ്ങൾ ആദ്യം വിശ്വസിക്കാനാണ് പറയുന്നത്. ഒരു വിശ്വാസ്യത ഇക്കാര്യത്തിൽ ഇല്ലായിരുന്നെങ്കിൽ വിശ്വസിക്കണം, യൂണിവേഴ്സ് ഇത് നടത്തി തരും എന്നാണ് ഏഞ്ചൽസ് നമുക്ക് പറയുന്നത്. ട്രസ്റ്റ്, വിശ്വസിക്കുക. രണ്ടാമത്തെ, നോട്ട് ദി റൈറ്റ് ടൈം എന്നാണ് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇപ്പം അതിന് സമയം കൊള്ളൂല എന്നാണ് ഏഞ്ചൽ പറയുന്നത്. അപ്പൊ ആ കാര്യവുമായി മുന്നോട്ട് പോകരുത് എന്നാണ് ഏഞ്ചലിന്റെ മറുപടി. നോട്ട് ദി റൈറ്റ് ടൈം എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ വന്നിരിക്കുന്നത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വന്നിട്ട് ഫോർഗിവ്നെസ് എന്നാണ്. ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും പറയുന്ന കേട്ട് പെട്ടെന്ന് പാനിക് ആവാതിരിക്കുക, പെട്ടെന്ന് മറുപടി പറയാതിരിക്കുക. നിങ്ങൾ അങ്ങനെ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളിന് ഫോർഗിവ്നെസ് കൊടുക്കുക, ഫോർഗിവ്നെസ് ചെയ്യുക എന്നാണ് ഏഞ്ചൽസ് മൂന്നാമത്തെ കാർഡിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം 3 കാർഡുകളുടെ ട്രസ്റ്റ്, ആദ്യത്തെ കാർഡിന് നോട്ട് ദി റൈറ്റ് ടൈം, രണ്ടാമത്തെ കാർഡിന്, മൂന്നാമത്തെ കാർഡിന് ഫോർഗിവ്നെസ്. അപ്പം 3 ക്വസ്റ്റ്യൻ ചോദിച്ചതിന് 3 ആൻസർ തന്നു. താങ്ക് യു.